എന്നാല് മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുക, ബഹുമാനപൂർവ്വം വെല്ലുവിളിക്കുക. ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്നവന്റെ അന്ത്യമാണ്, വിളിക്കണം. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? തീക്കളിയാ സ്വാമി, തീക്കളി. പാർലമെന്റ് നടപടികളുടെ ഒരു സംക്ഷിപ്ത രൂപം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കൊടുക്കാം. പാർലമെന്റിൽ ഉന്നയിക്കുന്ന 0 അവർ, പാർലമെന്റിൽ ഉന്നയിക്കുന്ന ക്വസ്റ്റ്യനുകൾ, ചോദ്യങ്ങൾ, ഇവിടത്തെ പ്രശ്നങ്ങൾ, തീരദേശത്തെ ഈ പ്രശ്നം, നമ്മുടെ 2 കപ്പൽ, ഒരു കപ്പൽ മുങ്ങി, ഒരു കപ്പൽ കത്തി, ഈ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ UDF MPമാർ പിന്നോക്കം നിന്നു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. കേൾക്കണം. ഇത്ര നോണ പറയാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടുന്ന ആളല്ലേ. ഒരു തോക്കെടുത്ത് ഇറങ്ങിക്കോ. മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. കേരളത്തിലെ MPമാരുടെ ഓരോ പ്രൊഫൈൽ നിങ്ങൾ എടുത്ത് നോക്കണം. പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഞങ്ങൾ കേരളത്തിന്റെ വിഷയങ്ങള് ഇതുപോലെ ഉന്നയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്തും ചെയ്യാൻ മടിക്കാത്ത എംബോക്കിയാണവൻ. ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. പോയി തൂങ്ങിച്ചവിടാ. അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. ഞങ്ങൾ MPമാരുടെ കോൺഫറൻസിൽ വിളിച്ചുകൂട്ടി തരുന്ന നോട്ടുകൾ, ആ നോട്ടുകൾക്കനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് എല്ലായിടത്തും. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമില്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാമണ്ണം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തിയും ഞാൻ ചെയ്യും. അപ്പൊ മുഖ്യമന്ത്രി എത്ര പച്ചക്കള്ളമാണ് പറഞ്ഞില്ല. അദ്ദേഹം ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന എന്ത് മനോഹരമായ പച്ചക്കള്ളമാണത്. ഇതുപോലുള്ള ചില വൃത്തികെട്ടവന്മാരാ നേരെ ചൊവ്വേ ജീവിക്കുന്ന മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. കൊത്തി കൊത്തി ഇപ്പൊ നെറുകന്തലയിലും കയറി കൊത്തിയില്ലേ പാമ്പാവൻ, നല്ല അസല് വിഷപ്പാമ്പ്. അദ്ദേഹം തയ്യാറാവട്ടെ. ഞാൻ അദ്ദേഹത്തിനോട് പരസ്യ സംവാദത്തിന് തയ്യാറാണ്. പാർലമെന്റിലെ UDF MPമാരുടെ നടപടിക്രമങ്ങളെ കുറിച്ച് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിൽപ്പച്ചന് മനസ്സിലായില്ലേ? അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും